Welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി FIUGP തേർഡ് സെം BCom സ്റ്റുഡൻസിൻ്റെ ഒരു മേജർ സബ്ജക്റ്റാണ് ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് അത്രയും ടഫാണോ, സപ്ലി കിട്ടാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഇതിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണോ, ഇതിൻ്റെ ട്യൂഷനായിട്ട് കിട്ടാൻ സാധ്യതയുണ്ടോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനും ഒക്കെ ഒന്ന് അയച്ചു കൊടുക്കാനായിട്ടും ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് മാത്രം ഞാൻ ഫോക്കസ് ചെയ്തിട്ട് ഒരു വീഡിയോ ചെയ്യാൻ കാരണം ഇത് ടഫായിട്ടുള്ള സബ്ജക്റ്റ് തന്നെയാണ്. നിങ്ങളുടെ സീനിയേഴ്സിന്, അതായത് 3 ഇയർ ഡിഗ്രിക്കാർക്ക് 2019 ആ ഒരു ബാച്ച് തൊട്ടേ തന്നെ ഈ ഒരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ മുതൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ ഒരു ബിസിനസ് റെഗുലേഷൻസ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൻ്റെ എത്രത്തോളം ടഫാണെന്നുള്ളതും ഓരോ ബാച്ചിൽ ഇങ്ങനെ കുട്ടികൾ സപ്ലി വാങ്ങുന്നതൊക്കെ കാണുന്ന ഒരു ആളായതുകൊണ്ടാണ് ഞാനിത് സ്പെഷ്യലായിട്ട് നിങ്ങളുടെ അടുത്ത് ഇപ്പം തന്നെ പറയുന്നത് കേട്ടോ. ഈ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയാനുള്ള റീസൺ അതാണ്. ഈ ഒരു സബ്ജക്റ്റ് ടഫ് ആവാൻ കാരണം ഇതിൽ ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. സെക്ഷൻസ് ഒക്കെ പറഞ്ഞിട്ട് അങ്ങനെ ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്, ബിസിനസ് ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിലെ വേർഡ്സ് ഒക്കെ കുറച്ച് ടഫാണ്, അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള വേർഡ്സ് ആണ്. അപ്പോൾ കുട്ടികൾക്ക് അത് ഓർത്ത് വെക്കാനും അതിങ്ങനെ ഡിഫൈൻ ചെയ്ത് എഴുതാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ പഠിക്കുന്ന രീതി കുറച്ച് നിങ്ങൾ വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വേണം. ഞാൻ അങ്ങനെ ടഫാണ്, സപ്ലി കിട്ടും അങ്ങനെ പറയല്ല. അതായത് ഇത് പഠിക്കേണ്ട ഒരു രീതിയുണ്ട്, അല്ലെങ്കിൽ എക്സാം അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എഴുതേണ്ട ഒരു രീതിയുണ്ട്. ഈ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി നമുക്കിതിൽ എക്സാമ്പിൾസ് വെച്ച് എഴുതാം എന്നാണ്. അതായത് ഇപ്പോൾ ഒരു സംഭവം നടന്നു. ഇപ്പോൾ ഒരു ബസ്സിൽ നമ്മൾ യാത്ര ചെയ്യാണ്. അപ്പോൾ ആ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു കണ്ടക്ടർക്ക് എന്താണ് ടിക്കറ്റ് എടുത്തു, നമ്മൾ പൈസ കൊടുത്തിട്ട് പറയുവാണ് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ ആ ഒരു കണ്ടക്ടറും നമ്മളും തമ്മിൽ ഒരു കോൺട്രാക്ട് രൂപപ്പെടുകയാണ്. ആൾക്ക് നമ്മൾ പൈസ കൊടുക്കുന്നു, ആള് ടിക്കറ്റ് തരുന്നു, ഇന്ന സ്ഥലത്ത് ഇറക്കണം എന്നുള്ളത് അവരുടെ ഡ്യൂട്ടി ആയിട്ട് അവിടെ മാറുകയാണ്. ദെൻ അതൊരു കോൺട്രാക്ട് പോലെ രൂപപ്പെടുകയാണ്. അങ്ങനെ താനേ രൂപപ്പെടുന്ന കോൺട്രാക്റ്റുകൾ ഉണ്ട്. അപ്പം അങ്ങനെ എക്സാമ്പിൾസ് വെച്ച് എഴുതാൻ സാധിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഇത്. ഇതിൽ ഓരോ ടേംസും ഓരോ ടോപ്പിക്സും നിങ്ങൾക്ക് ലൈഫിൽ കണക്റ്റ് ആവുന്ന രീതിയിൽ എക്സാമ്പിൾസ് വെച്ച് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ 2019 തൊട്ട് ഈ ഒരു സബ്ജക്റ്റ് എടുക്കുന്ന ഒരു രീതിയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ കണക്റ്റ് ആവുന്ന രീതിയിലുള്ള സിമ്പിൾ എക്സാമ്പിൾസ് വെച്ചുകൊണ്ട്, സിമ്പിൾ നോട്ട്സ് വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വീഡിയോസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആയിരിക്കും. അതേപോലെ തന്നെ അത്യാവശ്യം ടഫ് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ട്യൂഷനും പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിൽ, അതായത് എക്സാം ടൈമിൽ മാത്രം ഒരു 10 ദിവസം 15 ദിവസത്തിൻ്റെയൊക്കെ ക്രാഷ് കോഴ്സ് ആയിട്ടാണ് എടുക്കാറുള്ളത് ട്യൂഷൻ. പക്ഷേ ഈ ഒരു വട്ടം നമ്മൾ റെഗുലർ ആയിട്ട് തന്നെ എടുക്കുകയാണ്. അതായത് നിങ്ങൾ ഡെയിലി എന്നുള്ള രീതിക്ക്, ഇപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 ദിവസമോ 4 ദിവസമോ എന്നുള്ള രീതിക്ക് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. രാത്രി ഒരു അരമണിക്കൂറോ 1 മണിക്കൂറായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ ആയിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക. ലൈവ് ക്ലാസ് ആണ്, റെക്കോർഡഡ് ക്ലാസ് ഒന്നുമല്ല, ലൈവ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സബ്ജക്റ്റ് പഠിച്ച് പോയി കഴിഞ്ഞാൽ ഇന്റേണൽ എക്സാമിനും സെമസ്റ്റർ എക്സാമിനും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. സിമ്പിളായിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ദെൻ ഫീസ് വരുന്നത് വളരെ ചെറിയൊരു ഫീസ് മാത്രമാണ് നമ്മൾ ചാർജ് ചെയ്യാറുള്ളത്. കാരണം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്, അതേപോലെ ഓട്ടോണമസ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അത്യാവശ്യം എമൗണ്ട് പേ ചെയ്തിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പം അതൊക്കെ മാനിച്ചുകൊണ്ട് നമ്മൾ ചെറിയൊരു ഫീസ് മാത്രമായിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഇത് എപ്പോൾ വരെ അവൈലബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പം തൊട്ട് എപ്പോഴാണ് ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് തീരുന്നത്, ചിലപ്പോൾ ഒരു 3 മാസം കൊണ്ടൊക്കെ എടുത്ത് തീർന്നേക്കാം. അപ്പോൾ അപ്പം വരെ ക്ലാസ് അവൈലബിൾ ആണ്. അത് കഴിഞ്ഞ നിങ്ങളുടെ എക്സാം വരുവാണെന്ന് പറയുമ്പോൾ അതിന് മുന്നോടിയായിട്ട് വീണ്ടും നമ്മളിത് റിവൈസ് ചെയ്ത് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസും അതേപോലെ തന്നെ റിവിഷൻസും ഒക്കെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അതായത് ഇപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് തൊട്ട് നിങ്ങളുടെ എക്സാം ടൈം വരെ നമ്മുടെ ഈ ഒരു ക്ലാസ്സിൻ്റെ ആ ഒരു എന്താ പറയുക, എൻ്റെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഗ്രൂപ്പ് അവിടെ അവൈലബിൾ ആയിരിക്കും. നമുക്ക് ഓരോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് എക്സാം ടൈമിൽ നിങ്ങൾക്ക് യാതൊരു ടെൻഷനും വേണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്താ പറയുക, ഭയങ്കര പുതിയൊരു സബ്ജക്റ്റാണ്. അതായത് ഇത്ര നാളും പഠിച്ചതിനൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ സ്റ്റാർട്ടിങ്ങേ തൊട്ട് ട്യൂഷൻ വെക്കാം, എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ട്യൂഷൻ വേണ്ട കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതിലെ ചാപ്റ്റേഴ്സിൻ്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 19 ചാപ്റ്റേഴ്സോളം ഇതിൽ വരുന്നുണ്ട്. നമ്മുടെ കോൺട്രാക്റ്റിനെ കുറിച്ച്, ദെൻ പല ടൈപ്പ് ഓഫ് കോൺട്രാക്ട്സിനെ കുറിച്ച് ഒക്കെ വരുന്നുണ്ട്. ഇത് ഏകദേശം ഈ ഒരു രീതിക്ക് തന്നെ ആയിരുന്നു നിങ്ങളുടെ സീനിയേഴ്സിനും ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ സിലബസും എല്ലാ കാര്യങ്ങളും ഓൾറെഡി ബൈ ഹാർട്ടഡ് ആണ്, പഠിച്ച് ഇരിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു തരാനും നമുക്ക് ഈസി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നോട്ട്സും കൂടെ കിട്ടുന്നുണ്ട്, സിമ്പിളായിട്ടുള്ള നോട്ട്സ് കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ടെൻഷൻ വേണ്ട, അതിൻ്റെ റെക്കോർഡഡ് ഓഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അത് കേട്ട് നിങ്ങൾക്ക് പഠിക്കാം, ഡൗട്ട്സ് ഉള്ളത് ചോദിക്കാം. അപ്പോൾ നമ്മുടെ എല്ലാതരം സപ്പോർട്ടും ഡെയിലി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ബിസിനസ് റെഗുലേഷൻസിൻ്റെ ട്യൂഷൻ വേണം എന്നുള്ള കുട്ടികൾ നമ്മൾ വേഗം കോൺടാക്ട് ചെയ്തോളൂ, വേഗം അഡ്മിഷൻ എടുത്തോളൂ കേട്ടോ. സോ താങ്ക് യു സോ മച്ച്.